ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റമളാനിലെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ലിയക്കുട്ടി അല്ലാത്ത എല്ലാവർക്കും നോമ്പുണ്ട്. ലിച്ചൂസും ലുലു ഒക്കെ നോമ്പ് വെച്ചിട്ടുണ്ട്. ലുലു ആദ്യമായിട്ടാണ് കേട്ടോ നോമ്പ് വെക്കുന്നത്. ഈ പ്രാവശ്യമാണ് അവൾ ആദ്യമായിട്ട് നോമ്പ് നോക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ നോമ്പ് മുറിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. എന്നാലും വൈകുന്നേരം വരെ ഒന്ന് നിൽക്കുമെന്ന് പറഞ്ഞപ്പം ആൾ കുഴപ്പമില്ലാതെ നിന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ബീഫാണ് അടുപ്പത്ത് വെക്കുന്നത്. ബീഫ് കറി വെക്കുകയാണ്. തേങ്ങയൊക്കെ വറുത്തരച്ച് പത്തിരിയാണെന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകിയിട്ടുണ്ടായിരുന്നു. ബീഫ് അടുപ്പത്ത് വെച്ചതിന് ശേഷം തേങ്ങ ഞാൻ പെട്ടെന്ന് തന്നെ വറുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കും കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ലിയക്കുട്ടി ഈ ടൈമിലൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. അവളെ ഉച്ചയ്ക്ക് ഉറക്കിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലോട്ട് വന്നതാണ്. 2:30 ആയിട്ടുണ്ട്. അങ്ങനെ അത് വറുത്തവിടെ വെച്ചിട്ടുണ്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ സമൂസയിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. ഒരുപാടൊന്നും എടുക്കുന്നില്ല. കിഴങ്ങും സവോളയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതും കൂടെ ഒന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം വേണം നമ്മുടെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു 1-2 ദിവസമൊക്കെ പത്തിരിയൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പത്തിരി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാച്ചോറോ ബിരിയാണിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും. അങ്ങനെ സമൂസയിലേക്കുള്ള മസാല അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പത്തിരിപ്പൊടിയൊക്കെ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ കുറച്ച് അധികം എടുക്കും. പിന്നീടൊക്കെ എടുക്കുമ്പം അതിലേറെ കുറച്ച് എടുത്തിട്ട് അങ്ങനെ പോകും. ഫസ്റ്റ് ഡേ തന്നെ ആകുമ്പോൾ കുറച്ച് എല്ലാവരും കഴിക്കും. ഇവിടെ പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയൊന്നും അധികം ഉണ്ടാക്കാറില്ല. കുട്ടി അയക്കില്ല എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇന്നുണ്ടാക്കുമ്പോൾ എല്ലാവരും കഴിക്കും. പൊടിയൊക്കെ വാട്ടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ട്രിപ്പായിട്ടാണ് കേട്ടോ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പകുതി മുറത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒരു ട്രിപ്പ് ഇങ്ങനെ ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മാറ്റിയിട്ട് ബാക്കിയും കൂടെ ഇട്ടിട്ട് ഇതേപോലെ ചെയ്യും. പിന്നീട് ഉരുളകളാക്കി എടുക്കുകയാണ് ചെയ്യുക. ഞാൻ ഉരുളകളാക്കി വെച്ചപ്പോഴേക്കും ഇമ്മ അത് പത്തിരി പ്രസ്സിലൊന്ന് അമർത്തി തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഓരോന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില വീടുകളിലൊക്കെ പത്തിരി പ്രസ്സിൽ മാത്രം അമർത്തുന്നവരുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ശരിയാവില്ല. ഒന്ന് പരത്തിയാലേ എനിക്ക് സമാധാനമുള്ളൂ കേട്ടോ. എന്നെങ്കിലേ എനിക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നാറുള്ളൂ. അങ്ങനെ മുഴുവനായി പരത്തിയതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ പത്തിരിച്ചട്ടിയിൽ കുഞ്ഞു കുഞ്ഞു പത്തിരികളാണെങ്കിൽ ഒരു 2-3-4 പോകും കേട്ടോ. പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. എൻ്റെ പത്തിരിക്ക് കുറച്ച് വലുപ്പം കൂടുതലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ഇതിൽ പറ്റുന്നുള്ളൂ. ഇതിനിടയിൽ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തേങ്ങയൊക്കെ അരച്ച് അതിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതുപോലെ നാരങ്ങ വെള്ളം കലക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ പത്തിരി ചുടുന്നതിനിടയിൽ ഇമ്മ വത്തക്കയൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കുകയാണ്. വലിയൊരു വത്തക്ക കഷ്ണമായിരുന്നു കേട്ടോ നീളത്തിനുള്ളത്. അത് പകുതി എടുത്തിട്ടുണ്ടെന്ന്, പകുതി നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് നമ്മുടെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അതിലേക്കുള്ള മസാലയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ലിച്ചൂസിന് നോമ്പുണ്ടെങ്കിൽ വേറെ എന്തില്ലെങ്കിലും വേണ്ടിയില്ല, ഇത് നിർബന്ധമാണ്. ഇവിടെ അധികം നോമ്പിന് പൊരിക്കടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സമൂസയാണ് ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ പിന്നെ പഴംപൊരി ഉണ്ടാക്കും, കൊക്കവടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതാണ് അധികം ഉണ്ടാക്കാറ്. അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള സമൂസകളൊക്കെ ഓരോന്നിട്ടിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂസ പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പം ഞാൻ എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. എടുത്തു വെക്കുന്നതിനിടയിൽ ബാങ്ക് കൊടുത്തു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് നോമ്പൊക്കെ തുറന്നു. ഇത് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പത്തിരി കഴിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്